കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ തടഞ്ഞ് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്ററും പതിച്ചു. കെ.എസ്.ആർ.ടി.സി ചീഫ് ഓഫീസിലേക്ക് TDF മാർച്ച് നടത്തി. ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന പരാതി മേയർ കെട്ടിച്ചമച്ചതാണെന്ന് എം വിൻസെന്റ് MLA ആരോപിച്ചു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മേയറും MLAയും സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് അവർ ചമച്ച ഭാഷ്യം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ്. രാത്രിയിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ ഡ്രൈവറെ പോലും കാണാൻ പുറത്തുള്ളവർക്ക് കഴിയില്ല എന്നിരിക്കെ ഈ സംഭവം വിവാദമായപ്പോൾ മേയർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിരോധം മാത്രമാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളത്. കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെ കേസെടുക്കണമെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രാജേഷ് ആവശ്യപ്പെട്ടു. പറയുന്നു അവരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന്. ഒരു KSRTC ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ചെറിയ ക്യാബിനിൽ തൊട്ട് പുറകിൽ ശീതീകരിച്ച കാറിൽ AC ഇട്ട് വരുന്നു. ഒപ്പം രാത്രിയുടെ വെളിച്ചത്തിൽ ലൈറ്റ് ഇട്ട് വരുന്ന ഒരു വാഹനത്തിലെ മേയർ ഈ ചെറിയ ക്യാബിനിലിരിക്കുന്ന ഡ്രൈവറുടെ ലൈംഗിക ചേഷ്ട കണ്ടു എന്ന് പറഞ്ഞാൽ അത് ആ മേയറുടെ മാനസിക അവസ്ഥയാണ് അവിടെ കാണുന്നത്. അവിടെ ഏറ്റവും വലിയ കുറ്റക്കാരിയായിട്ട് കാണുന്നത് മേയറെയാണ്. ഓടുന്ന ഒരു പൊതുഗതാഗതത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഒരു ഡ്രൈവർ കൊടുത്ത കേസ് ഇന്നും പോലീസ് എടുക്കാതെ മേയറുടെ മാത്രം ഭാഗത്ത് നിന്നുകൊണ്ട് സ്ത്രീ എന്നുള്ള രീതിയിൽ എന്തും തോന്നിയാവാസവും പറയാം, എന്തും ആരോപണവും ഉന്നയിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്.